10ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസ് പാഠഭാഗത്തു നിന്നുള്ള മറ്റൊരു മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ ഓഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പൊതുചെലവും പൊതുവരുമാനവും എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. സർക്കാരിൻ്റെ ചെലവുകൾ അറിയപ്പെടുന്നത് പൊതുചെലവ്, സർക്കാരിൻ്റെ വരുമാനം അറിയപ്പെടുന്നത് പൊതുവരുമാനം. റോഡ്, പാലം, തുറമുഖം തുടങ്ങിയവ നിർമ്മിക്കുക, പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുടങ്ങുക മുതലായ പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാർ ചെലവുകൾ അറിയപ്പെടുന്നത് വികസന ചെലവുകൾ. യുദ്ധം, പലിശ, പെൻഷൻ തുടങ്ങിയവയ്ക്കുള്ള ചെലവുകൾ അറിയപ്പെടുന്നത് വികസനേതര ചെലവുകൾ. സർക്കാരിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സ് നികുതികൾ. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താൽപ്പര്യത്തിനു വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണം അറിയപ്പെടുന്നത് നികുതി. നികുതി നൽകുന്ന വ്യക്തി അറിയപ്പെടുന്നത് നികുതിദായകൻ. നികുതി എത്ര തരമുണ്ട്? 2 തരം. ഏതൊക്കെയാണ്? പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി. നികുതി ചുമത്തപ്പെടുന്നതും നികുതി മൂലമുള്ള സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നതും ഒരാൾ തന്നെയായതിനാൽ ഇത്തരം നികുതികൾ അറിയപ്പെടുന്നത് പ്രത്യക്ഷ നികുതി. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതികൾ ഏതൊക്കെയാണ്? വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേറ്റ് നികുതിയുമാണ് ഇന്ത്യയിലെ പ്രധാന പ്രത്യക്ഷ നികുതികൾ. ഏതൊക്കെയാണ് പ്രത്യക്ഷ നികുതികൾ? വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേറ്റ് നികുതിയും. വ്യക്തികളുടെ വരുമാനത്തിന്മേൽ ചുമത്തുന്ന നികുതി വ്യക്തിഗത ആദായ നികുതി. കമ്പനികളുടെ അറ്റ വരുമാനത്തിന്മേൽ അഥവാ ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതി കോർപ്പറേറ്റ് നികുതി. ഒരാളിൽ ചുമത്തുന്ന നികുതിയുടെ ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് പരോക്ഷ നികുതി. നിലവിലുള്ള പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കുന്നതിനും ഒരു രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നതിനും ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ നിലവിലുള്ള പരോക്ഷ നികുതികളുടെ നല്ലൊരു വിഭാഗം ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ നികുതിയാണ് ചരക്ക് സേവന നികുതി. പരോക്ഷ നികുതിക്കൊരു ഉദാഹരണമാണ് ചരക്ക് സേവന നികുതി. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും ചുമത്തിയിരുന്ന വിവിധ പരോക്ഷ നികുതികളെ ലയിപ്പിച്ച് ഇന്ത്യയിൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ചരക്ക് സേവന നികുതി. ചരക്ക് സേവന നികുതി ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്ന വർഷം 2017 ജൂലൈ 1. ഒരു സാമ്പത്തിക വർഷത്തിലെ മൊത്തം വിറ്റുവരവ് എത്ര ലക്ഷം രൂപയിൽ കൂടുതൽ ആണെങ്കിലാണ് അയാൾ GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത്? വ്യാപാരി GST രജിസ്ട്രേഷൻ എടുക്കേണ്ട പരിധി ഒരു സാമ്പത്തിക വർഷത്തിലെ മൊത്തം വിറ്റുവരവ് 40 ലക്ഷം രൂപയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ വ്യാപാരി GST രജിസ്ട്രേഷൻ നിർബന്ധമായും എടുക്കേണ്ടതാണ്. എത്രയാണ് പരിധി? 40 ലക്ഷം രൂപയിൽ കൂടുതൽ. GST ലയിപ്പിക്കപ്പെട്ട പ്രധാന നികുതികൾ ഏതൊക്കെയാണ്? കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, സേവന നികുതി, കേന്ദ്ര വിൽപ്പന നികുതി, സംസ്ഥാന മൂല്യവർദ്ധിത നികുതി, ആഡംബര നികുതി, പരസ്യ നികുതി, പ്രവേശന നികുതി, വിനോദ നികുതി എന്നിവയാണ് GST ലയിക്കപ്പെട്ട പ്രധാന നികുതികൾ. കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്ന GST അറിയപ്പെടുന്നത് സെൻട്രൽ GST. കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്ന GST അറിയപ്പെടുന്നത് സെൻട്രൽ GST. സംസ്ഥാന ഗവൺമെൻറ് ചുമത്തുന്ന GST അറിയപ്പെടുന്നത് സ്റ്റേറ്റ് GST. ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്കുകൾക്കും സേവനങ്ങൾക്കും മേൽ ചുമത്തുന്ന നികുതിയാണ് ഇൻ്റഗ്രേറ്റഡ് GST.
GSTയിൽ നികുതി നിരക്കുകൾ എത്ര സ്ലാബുകളായാണ് തിരിച്ചിരിക്കുന്നത്? 4 സ്ലാബുകളായിട്ടാണ്. അവ ഏതൊക്കെയാണ്? 5%, 15%, 5%, 12%, 18%, 28%. ഏതൊക്കെയാണ് സ്ലാബുകൾ? 5%, 12%, 18%, 28%. GST സമിതി ചെയർമാൻ ആരാണ്? കേന്ദ്ര ധനകാര്യമന്ത്രി. നിലവിൽ GSTയുടെ പരിധിയിൽ പെടാത്ത ഇനങ്ങൾ ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിലവിൽ GSTയുടെ പരിധിയിൽ പെടാത്ത ഇനങ്ങളാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അസംസ്കൃത പെട്രോളിയം, ഡീസൽ, പെട്രോൾ, പ്രകൃതിവാതകം, വിമാന ഇന്ധനം. ഇവയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. നെക്സ്റ്റ്, വൈദ്യുതി, മനുഷ്യ ഉപഭോഗത്തിനുള്ള മദ്യം, സംസ്കരിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ, നിത്യോപയോഗ സാധനങ്ങൾ, അവശ്യ സാധനങ്ങൾ. ഇവയൊന്നും തന്നെ GSTയുടെ പരിധിയിൽ പെടാത്ത ഇനങ്ങളാണ്. ഏതൊക്കെയാണ് GSTയുടെ പരിധിയിൽ പെടാത്തത്? വിദ്യാഭ്യാസമല്ല. ഏതൊക്കെയാണ് GSTയുടെ പരിധിയിൽ പെടാത്തത്? പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, വൈദ്യുതി, മനുഷ്യ ഉപഭോഗത്തിനുള്ള മദ്യം, സംസ്കരിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ, നിത്യോപയോഗ സാധനങ്ങൾ, അവശ്യ സാധനങ്ങൾ. നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതി അറിയപ്പെടുന്നത് സർചാർജ്. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ്. നികുതിയേതര വരുമാന സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ഫീസ്, പെനാൽറ്റി, ഗ്രാൻഡ്, പലിശ, ലാഭം. ഇവയാണ് നികുതിയേതര വരുമാന സ്രോതസ്സുകൾ. കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതികൾ ഏതൊക്കെയാണ്? കോർപ്പറേറ്റ് നികുതി, വ്യക്തിഗത ആദായ നികുതി, കേന്ദ്ര GST, സംസ്ഥാന GST. സംസ്ഥാന സർക്കാർ ചുമത്തുന്ന നികുതികളാണ് ഭൂനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി, സംസ്ഥാന GST. സംസ്ഥാന സർക്കാർ ചുമത്തുന്ന നികുതികളാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി, ഭൂനികുതി, സംസ്ഥാന GST. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏർപ്പെടുത്തുന്ന നികുതികളാണ് വസ്തുനികുതി, തൊഴിൽ നികുതി എന്നിവ. സർക്കാർ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായി ഈടാക്കുന്ന തുകയാണ് ഫീസ്. നിയമം ലംഘിക്കുന്നതിന് നൽകുന്ന ശിക്ഷയാണ് പെനാൽറ്റികളും ഫൈനുകളും. ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിനായി സർക്കാരോ സ്ഥാപനങ്ങളോ നൽകുന്ന സാമ്പത്തിക സഹായമാണ് ഗ്രാൻഡ്. സർക്കാർ വിവിധ സംരംഭങ്ങൾക്കും ഏജൻസികൾക്കും രാജ്യങ്ങൾക്കും നൽകുന്ന വായ്പകൾ ലഭിക്കുന്ന വരുമാനമാണ് പലിശ. സർക്കാർ നടത്തുന്ന സംരംഭങ്ങളിൽ നിന്നുള്ള വരുമാനമാണ് ലാഭം. സർക്കാർ വാങ്ങുന്ന വായ്പകൾ അറിയപ്പെടുന്നത് പൊതുകടം. വിദേശ ഗവൺമെൻറ്റിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പകളാണ് വിദേശ കടം. ഇന്ത്യയിൽ പൊതുകടം വർദ്ധിക്കാനുള്ള കാരണങ്ങൾ: പ്രതിരോധ രംഗത്തെ വർദ്ധിച്ച ചെലവ്, ജനസംഖ്യാ വർധനവ്, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സാമ്പത്തിക ശാസ്ത്രശാഖയാണ് പൊതുധനകാര്യം. പൊതുധനകാര്യ സംബന്ധമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത് ബജറ്റിലൂടെയാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യരേഖ ബജറ്റ്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 ടു മാർച്ച് 31. ഏതൊക്കെ തരം ബജറ്റുകളാണുള്ളത്? സന്തുലിത ബജറ്റ്, മിച്ച ബജറ്റ്, കമ്മി ബജറ്റ്. വരുമാനവും ചെലവും തുല്യമായി നിൽക്കുന്ന ബജറ്റാണ് സന്തുലിത ബജറ്റ്. വരുമാന ചെലവിനേക്കാൾ കൂടുതലുള്ള സംസ്ഥാനമാണ് വരുമാനം ചെലവിനേക്കാൾ കൂടുതലുള്ള ബജറ്റാണ് മിച്ച ബജറ്റ്. ചെലവ് വരവിനേക്കാൾ കൂടിയ ബജറ്റാണ് കമ്മി ബജറ്റ്.
കേന്ദ്ര സർക്കാരിൽ നിന്നും ഏറ്റവും കൂടുതൽ നികുതി വരുമാനം ലഭിക്കുന്നത് കോർപ്പറേറ്റ് നികുതിയിൽ നിന്നും. കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന നികുതിദായക മാർഗമാണ് ലാഭം. കേന്ദ്ര സർക്കാരിന് കൂടുതൽ ചൂഷണം നൽകുന്ന സ്രോതസ്സാണ് നികുതി. കേന്ദ്ര സർക്കാരിന് കൂടുതൽ വരുമാനം നൽകുന്ന സ്രോതസ്സാണ് നികുതി. വാർഷിക ധനകാര്യ പ്രസ്താവനയെക്കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 112. ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് PC മഹൽനോബിസ്. ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി ജെയിംസ് ഒന്നാമൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് RK ഷൺമുഖം ചെട്ടി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി മൊറാർജി ദേശായി. ഇടക്കാല ബജറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് RK ഷൺമുഖം ചെട്ടി. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം അഥവാ ഫിസ്ക്കൽ പോളിസി. ധനനയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ്. കമ്പോളങ്ങളിൽ സാധന സാമഗ്രികൾക്ക് പൊതുവിലുണ്ടാകുന്ന വില വർധനവ് അറിയപ്പെടുന്നത് പണപ്പെരുപ്പം. കമ്പോളങ്ങളിൽ സാധന സാമഗ്രികൾക്കുണ്ടാകുന്ന വിലക്കുറവിനെ പണച്ചുരുക്കം എന്ന് പറയുന്നു. പണപ്പെരുപ്പ സമയത്ത് നികുതി വർദ്ധിപ്പിക്കുകയും ചെലവ് ചുരുക്കുകയും പണച്ചുരുക്ക സമയത്ത് നികുതി ചുരുക്കുകയും പൊതുബജറ്റ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ പാഠഭാഗത്തു നിന്നുള്ളത്. താങ്ക് യു.